ഇന്നിപ്പോൾ ഞാനിവിടെ വന്നത് എവിടെ അറിയാം, ഒരു ബീച്ചിലാണ്. ഇത് ഡ്രൈവിംഗ് ബീച്ച് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം 100-200 വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, റേസിംഗ് ഒക്കെ ആയിട്ട്. പക്ഷെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒന്ന് തോന്നിയതാണ് വെറുതെ കറങ്ങാൻ. അന്ന് കളരില്ലാത്തതുകൊണ്ട് വൈകുന്നേരം ഫ്രീ ആണ്, 6 മണി വരെ ടൈമുണ്ട്. ഈ ബീച്ചിലേ ഒരു മനുഷ്യജീവിയില്ല. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ വന്ന് നോക്കിയതാണ്. എന്താ രസം എന്ന് പറയാം ബീച്ച് കാണാൻ. പക്ഷെ കുറച്ച് ചണ്ടികളൊക്കെ നിറഞ്ഞിട്ടുണ്ട്, എന്നാലും ബീച്ചൊരു വൃത്തിയുണ്ട്. നമ്മളെ ഇത് വന്നത് കടലിൽ നിന്ന് വന്ന കക്കകളൊക്കെ കേട്ടോ, കക്കകളെ വേസ്റ്റുകളൊക്കെ, വേറെ വേസ്റ്റ് മാലിന്യം കൊണ്ടിട്ടൊന്നുമില്ല. കക്ക അങ്ങനെയുള്ള വേസ്റ്റുകളാണ്, അല്ലാണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും അധികമില്ല. എന്നാലും ഉണ്ട്, 1-2 കുപ്പികളൊക്കെ ഉണ്ട് ഇവിടെ. ദയവേത് പ്ലാസ്റ്റിക്കുകളൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ആരും കൊണ്ടിടരുതെന്ന് എപ്പോഴും പറയുന്നതാണ്, എല്ലാവരും പറയുന്നതാണ്. ഇത് ശരിക്കും നമ്മൾ വിചാരിക്കും കല്ലാണെന്ന്. ഇത് കല്ലല്ല കേട്ടോ, ഇത് ചളിയാണ്. ഇതുണ്ടാവും, ചവിട്ടി കഴിഞ്ഞാൽ ചളിയാവും. കടലിൻ്റെ അടിയിൽ നിന്ന് വന്ന ചളികളാണ്, നല്ല റോക്ക് മാതിരി തന്നെ ഉണ്ട്. ഇതാണ് പാറക്കഷ്ണങ്ങളെ മാതിരി ഉണ്ട് കാണുമ്പോൾ. നല്ല ഭംഗിയാണ്, എന്ത് രസമാണ് അറിയാം. ഇത് പറഞ്ഞിട്ട് ഈ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഫോട്ടോയിലും വീഡിയോയിലൊന്നും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്ര ബ്യൂട്ടിയാണ്, ഒരു ഫീലാണ് പ്രകൃതി. കടല് വരച്ച ചിത്രമാണ്. കടപ്പുറത്ത് ഒരു മുള്ളമ്പന്നിയുടെ മുള്ള്. ഞങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടൊന്ന് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. പാദങ്ങൾ പതിയുന്ന മണ്ണ് കാലിന് നല്ലൊരു സുഖമാണ്. മഴ പൂഴി കൂടെ നടക്കുമ്പോഴേ പ്രകൃതിയെ അറിഞ്ഞ് നടക്കണം. ചെരുപ്പിടാതെ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൂഴിയിലും ചരളിലൊക്കെ നടക്കുന്നത് എപ്പോഴും ഒരു ആക്റ്റീവ് പ്രഷർ നമുക്ക് കിട്ടും ബോഡിക്ക്. എന്താ ചെയ്യുന്നതായിട്ട്? ഇത് എന്താ സംഭവം? മീൻ പിടിക്കാൻ വേണ്ടി വന്നാൽ. മീന് കിട്ടുന്നുണ്ടോ? ഇവിടെയാണോ മറ്റേ നമ്മളെ കക്കയൊക്കെ കിട്ടുക, ഈ എരുന്ത് എന്നൊക്കെ പറയുന്ന സാധനം? ഇത് ഇപ്പോൾ ചൂണ്ടല ഈർപ്പല്ലേ, ഇങ്ങനെ ചുറ്റിയിട്ട് നിങ്ങൾ കുളത്തിലത്. ഓക്കെ, മീനപ്പം ഇന്ന് കിട്ടിയില്ല. ഇന്നത്തെ കാലാവസ്ഥ മോശമല്ലേ, അപ്പം ഇന്നത്തെ പണി നിർത്തി. ആയിക്കോട്ടെ. നിങ്ങളുടെ പേരെന്തായിരുന്നു? ശ്രീധരൻ അല്ലേ? ശരി, നിർത്തി. നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട്, അല്ലേ? കറുത്ത് വന്നു. ഞങ്ങളിനി തിരിച്ചു പോട്ടെ. ഇതേതാ സ്ഥലം എന്നല്ലേ? ഈ സ്ഥലമാണ് നമ്മളെ എലത്തൂര്. നമ്മൾക്ക് പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു റോഡുണ്ട്, അതിലിങ്ങനെ നേരെ വന്നാൽ ഇവിടെ എത്തും. അധികം ആളുകളൊന്നുമില്ല ഇവിടെ ബീച്ചിൽ. നല്ല ഈ സുഖമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അടിപൊളിയായിട്ട് കളിച്ച് ആർമാദിച്ച് പോവാം. രസമുള്ളൊരു ബീച്ചാണ്, നല്ല ഹാർഡ് പൂഴിയാണ്, നല്ല സർഫസാണ്. നമുക്ക് കുട്ടികൾക്ക് ഓടിക്കളിക്കാനും അത്യാവശ്യം ഫുട്ബോളൊക്കെ ആയിട്ട് വന്നാൽ നന്ന സുഖമായിട്ട് കളിക്കാം. പൂഴി ഇങ്ങനെ പൊതിഞ്ഞ് പോകുന്നുണ്ട് കാലിലേക്ക്, കണ്ടില്ലേ? ഹാർഡാണ്, ചവിട്ടിയാൽ തന്നെ ഇത്രയൊക്കെ താഴ്ന്നുള്ളൂ. നല്ല തിര ഇങ്ങനെ അടിച്ച് കൂടി വരുന്നുണ്ട് തിരമാലകൾ. ഈ ഒരു പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ കടലും കായലും കുളങ്ങളും പുഴകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനും അതിൻ്റെ പരിസരത്ത് കൂടെ ഇങ്ങനെ നിൽക്കാനും നടക്കാനൊക്കെ. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അടുത്തിടാം. ഓക്കെ, താങ്ക് യു.
അയ്യോ ഓടട്ടെ, നല്ല മഴ വരുന്നുണ്ട്. വേഗം നടന്നോ, അല്ലെങ്കിൽ ഫുള്ള് മഴ കൊള്ളേണ്ടി വരും. നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫീല്. ഒരു കുഞ്ഞൻ മീൻകുട്ടി ഇതാ ചത്തെടുക്കുന്ന പാവം. മഴ പെയ്യുന്നു. ഓടട്ടെ. സൂപ്പർ അനുഭവം അത്. കാറ്റിൻ്റെ സൗണ്ട് കേട്ടില്ലേ? നമ്മൾ ഓടിയതാ. ഇവിടെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചായ കുടിക്കാനും ചെറുതായിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ടേബിളൊക്കെ ഇട്ടിട്ട് ഇത് എപ്പോഴാണ് തുറക്കുക എന്താണെന്ന് അറിയില്ല. 4x2 ടീ ഷോപ്പ് എഴുതിയിട്ടുണ്ട്. പ്രത്യേക ഫീലുള്ളൊരു സ്ഥലം. അതിൻ്റെ എൻട്രിയാത്. മഴ പെയ്തില്ലേ? മഴ പെയ്തിട്ടോ, നല്ല കാറ്റടിക്കുന്നുണ്ട്. നമ്മുടെ തെങ്ങിൻ്റെ ഓല കണ്ടല്ലേ. നല്ല മഴ പെയ്തു. മഴയത്ത് ബോട്ടൊക്കെ ഇട്ട് വീണ്ടും ഇറങ്ങി ഒരു ഇടവഴി കൂടെ വരുമ്പോഴതാ വലിയൊരു അടിപൊളി ഉടുമ്പ്. അതും നല്ലൊരു കാഴ്ചയായി.